ഈ വിഷയത്തിൽ പ്രേക്ഷകർ കൂടി പ്രതികരിക്കുകയുണ്ടായി. ആ ഒരു പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മറുഭാഗത്ത് ഇത്തരത്തിൽ യാത്രാബത്ത കൊടുക്കാനുള്ള ശുപാർശയും ശമ്പളം കൂട്ടി നൽകലുമൊക്കെ നടക്കുമ്പോൾ ഇപ്പുറത്ത് കണ്ണീരിലായ മനുഷ്യരെ കുറിച്ച് ജനങ്ങൾ തന്നെ പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. വളരെ നല്ല രീതിയിൽ കാണുന്നില്ല ഇങ്ങനെ കാണാൻ. ഇപ്പൊ ഞാൻ എന്താ പറയുക, ഞമ്മ ഒന്നും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ, തീരുമാനം വരുന്നല്ലേ. അത് ഞമ്മക്കൊന്നും പൈസ ഒന്നും ആയില്ല. പെൻഷന്റെ കാര്യം ഞമ്മ ഒന്നും അത് ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഇപ്പോൾ ഒരു 3 മാസമെല്ലാം പെൻഡിങ് ഉണ്ടല്ലോ. ഇപ്പോൾ ആളുകൾക്ക് എനിക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ KSRTC നോക്കുമ്പോൾ പെൻഷനില്ല. അത് എല്ലാ സമരം ഇനി ഞങ്ങളൊന്നും ബാക്കിയുള്ളൂ കച്ചവടക്കാരൊന്നും സമരമാക്കാൻ. ബാക്കി എല്ലാവരും സമരം എന്നുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ നല്ല ഭരണമായിരുന്നു. 5 വർഷം പൊതുവെ പെൻഷനിലെ ബുദ്ധിമുട്ടുണ്ട്. ഒരു വീട് കെട്ടണമെങ്കിൽ പെർമിഷൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. ഓരോരോ സമയം കിട്ടുന്നില്ല, ഓരോരോ സമയം കിട്ടും. കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ചിലതെല്ലാം പെൻഡിങ് ഉണ്ട്, എങ്കിലും എല്ലാം ശരിയായിക്കോളും. സർക്കാർ ചില കാര്യങ്ങൾ നേരെ പോകുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചിലത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല. ക്ഷേമ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ വിമർശനത്തിനാണ് വരുന്നത്. വർക്കർമാർക്ക് ശമ്പളം ഇല്ല, മറ്റു ചിലർക്ക് വാരിക്കൊരു ശമ്പളം. അതായത് ഈ സർക്കാരിൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു കാഴ്ചപ്പാട്, ബന്ധു നിയമനം വഴി വരുന്നവർക്ക് വാരിക്കോരി ശമ്പളം നൽകുകയും പണം കൊടുക്കുകയും ചെയ്യുന്നതും ഈ സർക്കാരിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആശാവർക്കർമാരെ പോലെയുള്ളവർക്ക് പണിയെടുത്ത പൈസ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഇതേപോലുള്ള നിലപാടാണ് ഈ പിണറായി സർക്കാർ കൊണ്ട് നടക്കുന്നത്. 3 രൂപയുടെ വർധനവ് നമ്മുടെ ആശാവർക്കർമാർ കൊടുക്കണം. അവർ ദൈനംദിനമായി ആരോഗ്യപരമായിട്ടും വൈദ്യരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് ആശാവർക്കർമാർ. വേണ്ടത്ര ശമ്പളം കിട്ടുന്നില്ല. അതുമായി ഇടതുമുന്നണി സർക്കാർ ഭരിക്കുന്ന എല്ലാ മേഖലയിലും ഉന്നത ജോലികളിൽ ഇരിക്കുന്നവർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ട അടിമകളെ പോലെ അവർ വഴിയാധാരമാക്കുന്ന രീതിയിൽ താൽക്കാലിക ജോലി കൊടുത്ത് സ്ഥിരപ്പെടുത്താതെ അവരെ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. വീട് തോറും കയറി നടക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണം. കാരണം അവർ എല്ലാ വീട്ടിലുള്ള വയസ്സായവരെയും അങ്ങനെയുള്ളവരെയൊക്കെ അവരുടെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കണം. അതാണ് ജനങ്ങളുടെ പ്രതികരണം.